പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയ INS വിക്രാന്തിനെ വാനോളം പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. INS വിക്രാന്ത് എന്ന് കേട്ട് അന്ന് പാകിസ്ഥാൻ നടുങ്ങിയെന്നും ഭയത്തിന്റെ അലയൊലികൾ അവർക്കുണ്ടായി എന്നും പടക്കപ്പൽ രാത്രി സൈനികർക്കൊപ്പം തന്നെ ഉറങ്ങാൻ സാധിച്ചതായും INS വിക്രാന്ത് ആകട്ടെ ഒരു വിമാനവാഹിനി ഒരിക്കൽ നിർമ്മിച്ചതാണ് എന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ ജീവന്റെ ശ്വാസനാളമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിക്രാന്ത് എന്ന പേര് തന്നെ പാകിസ്ഥാനിലുടനീളം ഭയത്തിന്റെ തിരമാലകളാണ് ഉണ്ടാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മളത് കണ്ടതാണ് എന്നും ഇന്ത്യൻ നേവി ഉണ്ടാക്കിയ ഭയം കൂടിയാണ് പാകിസ്ഥാനെ കീഴടക്കിയതെന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ INS വിക്രാന്ത് കളത്തിലിറങ്ങിയതോടുകൂടി പാകിസ്ഥാന്റെ വീര്യം നഷ്ടമാകുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അന്ന് രാത്രി പാക് സേനകൾ പേടിച്ച് മാളത്തിലൊളിച്ചതും പിന്നീട് വെടിനിർത്തലിനായി തന്നെ പാകിസ്ഥാന്റെ കാലുപിടിച്ച് കരഞ്ഞ് രംഗത്ത് വന്നതും. അതായത് പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാൻ ഈ ഒരൊറ്റ വിമാനവാഹിനി കപ്പലിന് കഴിഞ്ഞു എന്നതാണ് വാസ്തവം. ഗോവ കാർവാർ തീരത്ത് തന്നെ INS വിക്രാന്തിലായിരുന്നു സൈന്യത്തിനൊപ്പം മോദിയുടെ ദീപാവലി ആഘോഷം. അവിടെ സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വിക്രാന്ത് എന്ന പേര് പാകിസ്ഥാനിലെമ്പാടും തന്നെ ഭയത്തിന്റെ അലമാലകൾ സൃഷ്ടിച്ചത് നമ്മൾ കണ്ടു. അതാണ് അതിന്റെ ശക്തിയും. യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ശത്രുവിന്റെ ധൈര്യം തകർക്കാൻ ശേഷിയുള്ള ഒരു പേരായിരുന്നു INS വിക്രാന്ത്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ നമ്മുടെ സായുധ സേനയെ ഞാൻ പ്രത്യേകം സല്യൂട്ട് ചെയ്യുന്നതായും അദ്ദേഹം ഇവിടെ പറഞ്ഞു. ധീരരായ നാവികസേന അംഗങ്ങൾക്കൊപ്പം തന്നെ ദീപാവലി ആഘോഷിക്കാൻ അവിടെ സാധിച്ചതിൽ താൻ വളരെയധികം ഭാഗ്യവാനാണ് എന്നും ഇന്നൊരു വിസ്മയകരമായ ദിവസമാണ് എന്നും ഈ ആഴ്ച വളരെയധികം അവസ്മരണീയമാണ്. ഇന്നൊരു വശത്ത് സമുദ്രം, മറുവശത്ത് ഭാരതമാതാവിൻ്റെ ധീരമായ സൈനികരുടെ ശക്തിയുണ്ടെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി. മൂന്ന് സേനകളുടെയും അസാധാരണമായ ഏകോപനമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ പാകിസ്ഥാനെ കീഴടക്കാൻ നിർബന്ധിതരാക്കിയതെന്നും അദ്ദേഹം പറയുന്നു. പാകിസ്ഥാന്റെ നാവിക ശക്തി ദുർബലമായതിനാൽ തന്നെ സംഘർഷം അധികരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രതിരോധമായും തന്ത്രപരമായ ഗെയിം ചേഞ്ചറായും ഒക്കെ തന്നെ നിലകൊള്ളുകയായിരുന്നു INS വിക്രാന്ത് ചെയ്തത്. 2022 കമ്മീഷൻ ചെയ്ത INS വിക്രാന്ത് ആകട്ടെ വെറുമൊരു യുദ്ധക്കപ്പലല്ല. തീരുമാനങ്ങൾ എടുക്കുവാനും ആക്രമണം അഴിച്ചുവിടുവാനും ശേഷിയുള്ള കടലിലെ ഒരു സ്വയം പര്യാപ്തമായ ഒരു കോട്ട തന്നെയാണ് INS വിക്രാന്ത്. രാത്രിയിലും പകലിലും വിമാനങ്ങൾ ഇറങ്ങുന്ന സസുജ്ജമായ ആ ഒരു ആയുധ താവളമായ വിക്രാന്ത് എന്ന ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി സമുദ്രത്തിൽ ശത്രുക്കൾക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഒരു ചെറു നഗരത്തിന് വേണ്ടതെല്ലാം തന്നെ അധിക സൗകര്യങ്ങളുമുള്ള 14 നിലകളുള്ള ഒരു കൂറ്റൻ കെട്ടിട സമുച്ചയം പോലെയാണ് INS വിക്രാന്ത് പ്രവർത്തിക്കുന്നത്. സംഘർഷ സമയത്ത് എതിരാളികൾക്ക് വൻ നാശനഷ്ടം വരുത്താൻ ശേഷിയുള്ള ഭീകരമായ അത് ഒരു യുദ്ധമേഖലയായി തന്നെ ഇത് മാറുകയാണ് ചെയ്യുന്നത്. വിക്രാന്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ആ ഷിപ്പ് കൺട്രോൾ സെൻറ്റർ, അതാണ് കപ്പലിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത്. കപ്പലിനെ കടലിലൂടെ തന്നെ സുഗമമായി മുന്നോട്ട് നയിക്കുന്നത് ഫോർവേഡ് ത്രെട്ടിൽ കൺട്രോൾ റൂം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ്. കപ്പലിലെ വിവിധ ഭാഗങ്ങളിലായി തന്നെ ചിതറിക്കിടക്കുന്ന യന്ത്രങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും അത് നിയന്ത്രിക്കുന്നതും അവിടെ വലിയൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. അതുപോലെ നാവികസേനയുടെ ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിഫൻസ് രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ വിമാനവാഹിനി കൂടിയാണ് INS വിക്രാന്ത് എന്ന് പറയുന്നത്. രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ കപ്പലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ പടക്കപ്പൽ എന്ന ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയമായ ഒരു സവിശേഷത കൂടി അതിനുണ്ട്. 3D മോഡലിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ വിമാനവാഹിനി എന്നിങ്ങനെ നിരവധി സവിശേഷതകളുള്ള ഒരു വിമാനവാഹിനി കപ്പൽ കൂടിയാണ് INS വിക്രാന്ത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.